നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഭാഷ് സാറാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്കൊക്കെ ഇപ്പോൾ കയ്യിൽ എല്ലാവർക്കും ഈ ആഴ്ച കൊണ്ട് കിട്ടിയിട്ടുണ്ട്. മാർക്കൊക്കെ നന്നേ കുറവ് തന്നെയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വളരെ മോശപ്പെട്ട മാർക്കുകളാണ് പല കുട്ടികൾക്കും. പിന്നെ റെയറായിട്ട് കുറച്ച് കുട്ടികൾക്ക് അത് കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ കൂടെ മുന്നിൽ ഉണ്ടെങ്കിലും ഒട്ടുമിക്ക കുട്ടികൾക്കും മാർക്ക് വളരെ വളരെ കുറവാണ്. ഇതിന് കാരണം നമ്മൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട്, പിന്നെ ഇതിൻ്റെ പഠിപ്പിച്ച് തീർക്കുന്നതിനുണ്ടായ ആ സമയത്തിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു കാരണമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കിനിയും മുന്നിലുള്ള സമയം നന്നേ കുറവാണ്. പക്ഷെ പഠിച്ച് തീർക്കാനുള്ളത് ഒത്തിരി ഉണ്ട് താനും. ഇതിനിടയ്ക്ക് പല എക്സാംസുകളും വരുന്നുമുണ്ട്. അതും പ്രാക്ടിക്കലിൻ്റെ മെയിൻ എക്സാം, പിന്നെ മോഡൽ എക്സാംസ്, ഇതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ തിയറി ലാസ്റ്റ് ഫൈനലിൽ എത്തിക്കിടക്കുകയാണ് നമ്മുടെ തിയറി എക്സാം. അവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സമയം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതുകൊണ്ട് പഠിച്ച് തീർക്കാനുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒന്ന് അവയർനെസ് ആയിട്ട് നിങ്ങൾ തുടങ്ങിക്കോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇത്തിരി ഒന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും അതിനകത്ത് ഞാനാണേലും നിങ്ങളാണേലും എല്ലാം അതിനകത്ത് കുറച്ച് അഡിക്റ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു എക്സാം എഴുതാൻ പോവാണ്. വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ ആ ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് രീതിയിൽ കൂടെ ജീവിക്കണം, എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഏകദേശം ധാരണ അടുത്ത വർഷത്തെ കോഴ്സോടുകൂടി ക്ലിയർ ആവും. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു കോഴ്സ് കിട്ടുക എന്നുള്ളത് വലിയ കാര്യമല്ല. കുട്ടികളെല്ലാം വിചാരിക്കും എന്തെങ്കിലും ഒരു കോഴ്സ്, അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സോ, ഇനി നല്ല പേര് കേട്ട ഒരു കോഴ്സ് പഠിച്ചിട്ടോ കാര്യമില്ല. നമ്മൾ പഠിച്ച് തന്നെ ആ കോഴ്സിന് എത്തിയെങ്കിലേ പ്രയോജനമുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് അല്ലാതെ ചില യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ചില കോളേജസുകളൊക്കെ നമുക്ക് ചിലപ്പം കോഴ്സ് കിട്ടും. പക്ഷെ നമുക്കത് പഠിച്ചെടുത്ത് നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്ത് നല്ല റിസൾട്ട് പുറത്തെടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അങ്ങനെ വരുന്നതോടുകൂടി നമ്മൾ വലിയൊരു കോഴ്സും പക്ഷെ നമുക്ക് ഒരു നല്ല ജോലി കിട്ടാത്ത ഒരവസ്ഥ, ഭയങ്കര അന്തരമായിരിക്കും പഠിച്ച കോഴ്സും കിട്ടുന്ന ജോലിയും. അതുണ്ടാവരുത്. നമ്മൾ പഠിക്കുന്ന കോഴ്സിന് അനുസൃതമായിട്ടുള്ളൊരു ജോലി കിട്ടി, അതിനനുസൃതമായിട്ടുള്ള ശമ്പളം കിട്ടി വരുമ്പോഴേ അത് കറക്റ്റ് ആവുള്ളൂ, അതിൻ്റെ കെമിസ്ട്രി ഫോം ആവുള്ളൂ. അപ്പോൾ നിങ്ങളെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ 10ാം ക്ലാസ്സുമായിട്ട് ഇപ്പോൾ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ മാർക്കും പല കുട്ടികൾക്കും 10ാം ക്ലാസ്സിലെ മാർക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹൈയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഇപ്പോഴത്തെ ആ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒത്തിരി താഴെ നിൽക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പല കുട്ടികൾക്കും അതിൻ്റെ വിഷമമുണ്ട് കേട്ടോ. പിന്നെ ചില കുട്ടികൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ലാത്തവരുണ്ട്. എന്നാലും പല കുട്ടികൾക്കും വിഷമമുണ്ട്. പക്ഷെ പുറത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഇതേ കാണത്തുള്ളൂ സങ്കടം. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കണം. ഓരോ മിനിറ്റും നിങ്ങൾക്ക് വളരെ 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 വിലപ്പെട്ടതാണ്. ഒരു സമയം പോലും ചുമ്മാതെ കളയാൻ ശ്രമിക്കരുത്. മാക്സിമം സമയം നിങ്ങൾ എന്തെങ്കിലും വർക്കിൽ, പഠിക്കുന്നതുമായിട്ടുള്ള വർക്കിൽ ഏർപ്പെടണം. ഒന്നീ നോട്ട് കളക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് തിരഞ്ഞു പിടിച്ച് വെക്കുക. പഠിക്കാനുള്ളത് എങ്ങനെയാണ്, പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള സമയം കണ്ടെത്തുക. ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് പറയുന്നത്, ഇത് കഴിഞ്ഞിട്ട് ഇതിനൊന്നും പ്രയോജനമില്ല. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോ, അതാണ് ടൈം. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇനിയുള്ള ഈ ഒരു മാസം നല്ല രീതിയിൽ കൂടെ അങ്ങോട്ട് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് തോന്നിയാൽ ആരും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ ജീവിക്കണം. നല്ലൊരു നല്ലൊരു ജോലി കിട്ടി സന്തോഷകരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനുള്ളൊരു രീതിയിൽ കൂടെ എത്തിപ്പെടണമെങ്കിൽ ഇപ്പോൾ ഇത്തിരി ഒന്ന് കഷ്ടപ്പെട്ടേ പറ്റൂ. ആ കഷ്ടപ്പാടിനൊക്കെ എല്ലാം ഫലം കിട്ടിയിരിക്കും. അടിപൊളി ഒരു ജോലി കിട്ടി സന്തോഷകരമായിട്ടുള്ള ജീവിതം കിട്ടുമ്പോൾ എല്ലാ പ്രോബ്ലങ്ങളും, ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കോളും. ഓക്കെ. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് ഉണർത്താൻ വേണ്ടി, ഈ മാർഗിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ഇനിയൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയാൽ മതി, ഒന്ന് പാളിഷ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇറക്കിയാൽ മതി. ഒരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ റിസൾട്ട് വർഷങ്ങളായിട്ടുള്ളതാണ്. ഈ റിസൾട്ട് നമ്മുടെ ഈ ക്രിസ്മസ് എക്സാമിന് ഭയങ്കരമായിട്ട് റിസൾട്ട് കുറയുന്നത് ഇപ്പോഴത്തെ ഒന്നുമല്ല, പഴയ കാലം തൊട്ടുള്ളതാണ്. അതിൻ്റെ പല പ്രത്യേകതകളും ഞാൻ പറഞ്ഞായിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വിട്ടേരെ. ഇനിയുള്ള സമയം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ കൂടെ പഠിച്ചു തുടങ്ങിക്കോ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ വരും ഒരുവിധമൊക്കെ. പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ പഠിക്കാനുള്ള മനസ്സ് ഞാൻ എപ്പോഴും പറയുന്നത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.